ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിവ് അവേയുടെ വിന്നറെ ഇന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിയ ഗിവ് അവേ ഇന്ന് അനൗൺസ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയും ഫേസ്ബുക്കിൻ്റെ പേജും ഒന്ന് ഫോളോ ചെയ്തേക്കാം. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ നമുക്ക് വാട്സപ്പിലേക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെ അയച്ചു തന്നാൽ മതി. അതുപോലെ തന്നെ കുറേ പേർക്ക് നമുക്ക് അത്രയും കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാറ്റസ് ഇട്ടപ്പോൾ നമുക്ക് അത്രയും വ്യൂസ് വരില്ല, നമുക്ക് അതിന് മാത്രമുള്ള ഇതില്ല, ആൾക്കാരില്ല, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഗിവ് അവേ മാറ്റിയിട്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്തത്. ഇതെല്ലാവർക്കും ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ ഇൻസ്റ്റാ പേജ് എല്ലാം ലിഗീസ് ഫാഷൻ ഹെവൻ എന്നാണ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ഇടുന്ന കാണുമല്ലോ, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം യൂട്യൂബിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും ചെയ്യും. ഇൻ കേസ് നമ്മൾ ഇത്രയും പേരുടെ ചാറ്റിൻ്റെ ഇടയിൽ വീഡിയോ മിസ്സാവാതിരിക്കുക, നിങ്ങൾ അയച്ചു തന്ന ഫോട്ടോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. മറക്കരുത്, യൂട്യൂബിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കേസ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ നറുക്കെടുപ്പിൽ. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ വ്യൂവിൻ്റെ എണ്ണൊന്നും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഗിവ് അവേ കൊണ്ടുവന്നതാണ്. അപ്പോൾ മറക്കാതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നിങ്ങളുടെ നറുക്കെടുപ്പിലേക്ക് കടക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അതിലേക്ക് കുറേ പേര് അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ അയച്ചു തന്ന എല്ലാവരുടെ പേരും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മൾ ഒരാൾ നറുക്കെടുക്കുകയാണ്. അവർക്ക് നമ്മളൊരു കുർത്തിയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇവിടുന്ന് അവരുടെ ഫോൺ നമ്പറിൽ നിന്നാണല്ലോ നമുക്ക് അയച്ചു തന്നേക്കണം. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട സൈസ് പറയാം. ചിലപ്പോൾ ചുരിദാർ മെറ്റീരിയലായിരിക്കും. എന്തായാലും നമ്മൾ ഇവിടുന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നറുക്കെടുപ്പിൽ നിന്ന് വേഗം ഒരാൾ നറുക്കിട്ടെടുക്കാം. ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം. സുധാരാജു എന്ന് പറഞ്ഞ കസ്റ്റമറാണ് നമ്മുടെ വിന്നറായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സുധ ചേച്ചിയാണോ? സുധ ചേച്ചിയാണെന്ന് തോന്നുന്നു നമ്മുടെ എടുക്കുന്ന കസ്റ്റമറാണ്. അപ്പോൾ അവർക്ക് കൺഗ്രാറ്റ്സ്. നമുക്ക് അവർക്ക് ഒരു കുർത്തി ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ ഇനിയും ഗിവ് അവേയിൽ പങ്കെടുക്കുക. എല്ലാവർക്കും നമ്മൾ ഇവിടുന്ന് കുർത്തിയോ അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയലോ ഒക്കെ ആയിരിക്കും ഇവിടുന്ന് ഗിഫ്റ്റായിട്ട് അയക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഛേദമില്ലാത്ത കാര്യമാണ്. ഇത് നിങ്ങൾക്കറിയാം, എല്ലാവരും ഗിവ് അവേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഇപ്പം എൻ്റെ സർക്കിൾ വലയത്തിലുള്ള എല്ലാവർക്കും തന്നെ നമ്മുടെ അറിയണ്ടോ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. നമുക്കും ഒരു ഉപകാരം, നിങ്ങൾക്കും ഒരു ഉപകാരം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം. സുധാരാജിന് ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം. ആദ്യം കാണിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രാവശ്യം അജ്രക്കിൻ്റെ സാരി ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡിമാൻഡായിരുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോഴും പലർക്കും കിട്ടാത്തുണ്ട്. കാരണം ഇനി നമുക്ക് ആ പാറ്റേൺ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അവരുടെ കയ്യിൽ ഇല്ല, സ്റ്റോക്കില്ല. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ചോദിച്ചപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ പാറ്റേൺ കിട്ടിയ അതുപോലെ തന്നെ കിഡിലനാണ്. പക്ഷെ ഇതിൻ്റെ ഹാഫ് ബോഡി ഇങ്ങനെ എന്താ പറയുക, അജ്രക്കിൻ്റെ പോർഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ബോർഡർ മാത്രമാണ് അജ്രക്കിൻ്റെ പാച്ച് വന്നിട്ട് ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത്. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ മുന്താണി വശം വരെ, മുന്താണിയും കഴിഞ്ഞ് താഴത്തേക്ക് ഇത്രയും കൂടി വരുന്നുണ്ട്. അവിടെയും വരെ അജ്രക്കിൻ്റെ പോർഷനാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വർത്തായ പ്രൊഡക്റ്റാണ്. പ്രൈസ് വരുന്നത് 535 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നേവി ബ്ലൂ എന്ന് പറയാം നമുക്ക്. അങ്ങനെ ഒരു കളറാണ് കേട്ടോ. ഇതിങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം സാരി നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, രണ്ട് സൈഡിലും ബോർഡറിൽ. ഇതിൻ്റെ ഇത്തിരി ഭാഗം ഹാഫ് ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയും നമ്മളിങ്ങനെ വളഞ്ഞു പോകുന്ന ഇത്രയും ഭാഗം ഈ സെയിം അജ്രക്കിൻ്റെ പാച്ച് വർക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഫ്ലീറ്റ്സ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഫ്ലീറ്റ്സ് വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ്. ഞാൻ ഇതിൻ്റെ മാനിക്യൂറിൻ്റെ ഫോട്ടോ ഇവിടെ കാണും, എന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഹാഫ് ബോഡി ഫ്ലീറ്റ്സ് വരുന്ന അത്രയും ഭാഗം ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് താഴത്ത് ഇതിൻ്റെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട്. 5 മീറ്ററാണ് സാരി, 1 മീറ്റർ ഇതിൻ്റെ ബ്ലൗസ് പീസും. അങ്ങനെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വരും ബ്ലൗസ് പീസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ 5 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത്, ബ്ലൂ. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ മുന്താണി വശം ഇങ്ങനെ വരുന്ന ഭാഗം ഓവറോൾ കാണുന്നില്ല, ഇത് ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ വരുന്ന ഭാഗമാണ് പ്ലെയിനിൽ വരിക. ഫ്ലീറ്റ്സ് ഇട്ടിട്ട്
ബാക്കി അതേ ഭാഗം അജ്രക്കിന്റെ ഈ പോർഷനാണ് വരുന്നത്. ഇതാണ് പല്ലു പോർഷൻ. 535 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഞാൻ ഇതിന്റെ അടുത്ത കളേഴ്സ് കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് മാനിക്യൂർ. നമുക്ക് അതിനകത്തുള്ള ഫോട്ടോയാണ് കേട്ടോ. ഇങ്ങനെ വരും, ഇത്രയും ഭാഗം ഫ്രണ്ട് പോർഷൻ ഇത്രയും കവർ ചെയ്തിട്ട് അജ്രക്കിന്റെ ഇത് വരും. ഓക്കെ, അപ്പോൾ ആദ്യം കാണിച്ചത് ഒരു ബ്ലൂ ആണ്. പിന്നെ ഇനി കാണിക്കുന്നത് നമ്മൾ സെയിം കൊണ്ടുവരാറുള്ള ബ്ലാക്ക് ആണ്. ഇതിന്റെ മടക്കിയ ഭാഗം ഫുള്ള് ആ മുന്താണി വശം വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഫുള്ള് അജ്രക്കായിട്ട് തോന്നുന്നത്. പ്ലെയിന് ഉള്ളിലാണ് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറയണത്. ഇത് ബ്ലാക്ക് ആണ് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് കേട്ടോ. ഉള്ളിലത്തെ പോർഷൻ കണ്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവുള്ളൂ. എക്സാക്റ്റ് നല്ലൊരു വയലറ്റ് ഷെയ്ഡ്. എല്ലാം അഴിച്ച് കുഴക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കണ്ടാ ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ്. വയലറ്റ് നമുക്ക് എപ്പോഴും കിട്ടാത്ത കളേഴ്സാണ്. മെറൂണിൽ ഒരു ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടി വരുന്നതാണ്. മെറൂൺ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഗ്രീൻ കളർ, നല്ല ഡാർക്ക് കളറുകളാണ് എല്ലാം. ഗ്രീൻ കാണാൻ അത് നല്ലൊരു ഗ്ലേസിങ് ഉള്ള ഒരു ടൈപ്പ് പോലെ ഇരിക്കും കേട്ടോ. ഇത് ഷിഫോണിലാണ് വരുന്നത്. ഉടുത്താൽ നല്ല ഭംഗിയിട്ടുണ്ടാവും. നമുക്ക് സാരിയൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ അറിയാലോ. ഉടുക്കുന്ന രീതിക്ക് അനുസരിച്ച് എത്ര പൊട്ട സാരി ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. ചിലർ കാണുമ്പോൾ എനിക്ക് സാരി കാണത്ര ലുക്കില്ല, പക്ഷെ അവർ ഉടുത്ത് കഴിയുമ്പോൾ നല്ല ലുക്കാണ്. അപ്പോൾ ഇതാണ് ഗ്രീൻ കേട്ടോ. ഇങ്ങനെ 5 കളേഴ്സാണ്. ബ്ലൂ, അതുപോലെ മെറൂൺ, വയലറ്റ്, ബ്ലാക്ക്, ഗ്രീൻ. 535 പ്രൈസ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കുറച്ച് പാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്കൈ ബ്ലൂ കളറിൽ വരുന്ന മെറ്റീരിയൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ്. ഇച്ചിരി ലൈക്ര പോലെ എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിച്ചിൽ കിട്ടും. ലൈക്ര പോലെ ശരിക്കും ഒരു പാൻറ്റാണ് വരുന്നത്. നല്ല രസമാണ്. 2 സൈഡിൽ പോക്കറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഐറ്റം. ഇങ്ങനെ വരും കേട്ടോ പാൻറ്റ്. ഇത് നമുക്ക് 28-30 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഷർട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയെങ്കിലൊക്കെ വെയർ ചെയ്യാൻ അടിപൊളിയാണ്. കണ്ടാൽ നമുക്കൊരു ജീൻസും തോന്നും. ജീൻസ് അല്ലാത്ത രീതിയിൽ പാൻറ്റായിട്ട് വെയർ ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. 2 സൈഡ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബെൽറ്റൊക്കെ ഇടാം കേട്ടോ. ഇങ്ങനെ വരുന്നത് കറക്റ്റ് ഒരു പാൻറ്റാണ്. മെറ്റീരിയൽ നല്ല കട്ടിയുള്ള ടൈപ്പാണ്. നമുക്ക് യാതൊരു വിധത്തിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഐറ്റമാണ് വരുന്നത് കേട്ടോ. അതുപോലെ കാണിക്കുന്നത് ഇതൊരു റയോൺ പാൻറ്റാണ്. റയോണും കോട്ടണും കൂടി മിക്സ് ആയിട്ടുള്ളത്. വെച്ചാൽ ഹെവി റയോൺ എന്ന് പറയും. ഇച്ചിരി പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വരുന്ന റയോണാണ്. ഇത് നല്ല വീതിക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കേട്ടോ. ഇതുണ്ടോ, വൺ സൈഡ് പോക്കറ്റ്. നമ്മൾ പണ്ട് സിഗരറ്റ് പോയിൻ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ടാണ് നിൽക്കുക. അപ്പോൾ ആരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ജീൻസിലാണെങ്കിൽ തന്നെ പലരും പാരലായിട്ടുള്ളതും അല്ലെങ്കിൽ ബാഗി അല്ലെങ്കിൽ മോം ഫിറ്റ് അങ്ങനെ ടൈറ്റിൽ ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗരറ്റ് പാൻറ്റുകൾക്കൊക്കെ ഇച്ചിരി ഇപ്പോൾ അത്ര വലിയ എൻക്വയറീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടാക്കുന്നവർ പോലും അതിൽ ഇച്ചിരി പുറകോട്ട് പോകുന്നതാണ്. പിന്നെ ലെഗിൻസ് അറിയാം നിങ്ങൾക്ക്, നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ലെഗിൻസ്. എന്താ പറയുക, കിട്ടുമെന്നും തോന്നില്ല, നല്ല കംഫർട്ടാണ്. നമ്മൾ ലെഗിൻസിൻ്റെ ബ്രാൻഡഡ് ട്വിൻ ബേർഡ്സിൻ്റെ ഒക്കെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉടനെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ വെറൈറ്റി ബ്രാൻഡഡ് ഐറ്റംസ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എല്ലാം അത് നമ്മൾ പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കുർത്തീസും കുറച്ച് റേഞ്ച് ഉണ്ടാവും, എന്നാലും പ്രീമിയം ലെവൽ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന വെറൈറ്റിയിലും ഇട്ട് കുറച്ച് വെറൈറ്റിയിൽ ഞാൻ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ പുറകിലാണ്. നമ്മൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോസ് മിസ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 ആണ്. ഇതൊരു ആംഗിൾ ലെങ്ത് എനിക്ക് ഫുള്ളാണ് കേട്ടോ. വേണ്ട, എനിക്ക് ഫുള്ളാണ്. പക്ഷെ ലെങ്ത് ഉള്ളവർക്ക് ആ റേഞ്ച് കിട്ടില്ല. അതായത് നമ്മളിപ്പോൾ പറയില്ല, നമ്മൾ കുർത്തിയുടെ ഒക്കെ കൂട്ടത്തിൽ ഇപ്പം എല്ലാവരും ഇടുന്ന സ്റ്റൈൽ അങ്ങനെയാണ്. ആംഗിളിനേക്കാൾ ഇച്ചിരി കൂടി കയറിയിട്ട് നിൽക്കുന്ന ഒരു ലെവലിൽ. എന്നാൽ ടൈറ്റും അല്ല, നല്ല കിടലിനാണ്. ഇത് XXL സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേസ്റ്റ് നമുക്ക് എങ്ങനെ ഇപ്പം എനിക്ക് തൊട്ട് വേണമെങ്കിൽ ഇത് ഇടാം കേട്ടോ. അങ്ങനെയുള്ളത് നന്നായി വലിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏത് സൈസുകാർക്കും XXLകാർക്കും ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പം എനിക്ക് അത്യാവശ്യം വയറുള്ളൊരു ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ലോണം യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. പ്രൈസ് 399 ആണ്. ഈ ഒരു കളർ മാത്രമാണ്, ഈ ഒരു സ്കൈ ബ്ലൂ പോലത്തെ കളറില്ലേ, അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വേറെ കളേഴ്സ് കൊണ്ടുവരാൻ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാണിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പ്രൈസ് 399 പറഞ്ഞു. ഇനി കാണിക്കുന്നത് ടൈറ്റ്സ്
എന്ന് പറയും. ഇതാണ് ഞാൻ എന്നും കാണിക്കാൻ എന്ന് പറയുന്നത്. ബ്ലൂമേഴ്സ് പോലെയല്ല, ടൈറ്റ്സ് ആണ്. അതായത് നമുക്ക് കണ്ട ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എൽബോന് മേലേക്ക് നിൽക്കും. നമ്മുടെ ഫ്രോക്കിന്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒട്ടുമിക്ക എല്ലാവരും യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ടൈറ്റ്സ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നമുക്ക് കുർത്തിയുടെ അടിയിൽ പാന്റ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വരും ടൈറ്റ്സ്. ഞാൻ നോർമലി എൻ്റെ വയറിൻ്റെ അടുത്തേക്ക് കയറ്റിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇടുന്നത് ആ റേഞ്ചിലേക്ക് ഇടുമ്പോൾ എൽബോന് തൊട്ട് മേലെ ആയിട്ട് നിൽക്കും കേട്ടോ. ഇത് സൈസ് ചാർട്ട് വരുന്നത് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് 85. നമ്മൾ പാൻറ്റീസ് ഒക്കെ എടുക്കുന്ന ആ ഒരു ഇതില്ലേ, ഇല്ല 85 ഇപ്പം നമ്മുടെ കയ്യിൽ. നോർമൽ ഒരു ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്ന ഒരു സൈസ് എന്നുള്ള കണക്കാക്കിയിട്ട് 85 പറയണം. ഇതിൻ്റെ ബാക്കി സൈസസ് ഇപ്പം ഞാൻ ഒരു സാമ്പിളിന് വേണ്ടി കൊണ്ടുവന്നതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ കുട്ടികളുടെ ഉണ്ട്, ഫ്രോക്ക്, പിള്ളേർ യൂണിഫോമിൻ്റെ കടിയിലിടുന്ന ടൈറ്റ്സ്, എല്ലാ സൈസസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് ഏതൊക്കെ കളേഴ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാട്ടെ. ഞാൻ കിഡ്സിൻ്റെ ഒരുമാതിരി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. ചിലപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇത് ടൈറ്റ്സ് വരുന്നത് 85. ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 149 ആണ്. ഇത് ബ്രാൻഡഡ് ആണ്, വിമാക്സിന്റെ ബ്രാൻഡഡിൽ വരുന്ന ടൈറ്റ്സ് ആണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഇതും ഓരോന്ന് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ നമുക്ക് സ്കേർട്ടിന്റെ കൂടെ ഇടാം. അല്ല ഇനിയിപ്പോ ഇച്ചിരി ലെഗിൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇടുന്നത് ഇച്ചിരി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇത് ഇടാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം. അപ്പം 85 സൈസ് വരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ തന്നെ ഇച്ചിരി കൂടി വേറൊരു ഐറ്റം, അത് ബ്രാൻഡഡ് ആണ്. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡിൻ്റെ പേരൊന്നും ഇല്ല ഉണ്ട് കേട്ടോ. ടൈറ്റ്സ് കാർത്തിക നമ്മളത്ര പരിചിതമല്ലാത്തൊരു ബ്രാൻഡാണ്, എന്നാലും മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. ഞാനിപ്പോൾ അതിൻ്റെ വേറെ ഇങ്ങനെ LXL എന്നുള്ള ഒരു സൈസ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് L സൈസാണ്. ടൈറ്റ്സ് തന്നെ വേറൊരു പാറ്റേൺ സ്ട്രക്ചറിൽ വരും. എല്ലാണ് സൈസ് വരുന്നത് കേട്ടോ. സ്കിൻ കളറാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ തന്നെ XXL ഉണ്ട്. അതിൻ്റെ സൈസ് സ്റ്റാർട്ട് ഇങ്ങനെയാണ്, എല്ലും XXL ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇച്ചിരി വീതി കിട്ടും, അതുപോലെ കാലിന് ഇച്ചിരി വണ്ണവും കിട്ടും. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 129 ആണ്, 129. ഇതൊക്കെ സിംഗിൾ പീസ് എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കട്ടെ. ഇതിലൊന്നും നമുക്ക് അങ്ങനെ മാർജിൻ ഇടാൻ പറ്റുന്നതൊന്നുമല്ല. നമ്മളിങ്ങനെ കസ്റ്റമേഴ്സ് നമ്മളിവിടെ എൻക്വയറി ചോദിക്കുമ്പോൾ നമ്മൾ തപ്പി പിടിച്ച് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സിംഗിൾ പീസിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ, ടൈറ്റ്സുകൾക്കെല്ലാം. ഓക്കെ, അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് 2 പീസ് സെറ്റ് ആണ് കേട്ടോ. ഒരു ഹാൻഡ്ലൂം അല്ലെങ്കിൽ ഖാദിയിലൊക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. വീവിങ് ആണിത്. നല്ല രസത്തിലുള്ള ഒരു വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീനെക്കിൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് പോലത്തെ ആ ഒരു വീവിങ്ങിൻ്റെ സ്ട്രക്ചറാണ് വരുന്നത്. ഇവിടെ വരുന്നത് ഇങ്ങനെ ചെറിയ ഒരു ബുട്ട സ്റ്റൈലിൽ പോലത്തെ ഒരു വർക്കുകളാണ് പോയിട്ടുള്ളത് ഓവറോൾ കേട്ടോ. ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള 3 കളർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ്. 2 സൈഡും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുർത്തിക്ക് 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ബോട്ടത്തിനാണെങ്കിൽ 39 ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട്. സ്ലീവ് 16 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ടുള്ള ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നല്ല സ്റ്റൈലാണ് ഒരു കുർത്തിയാണ് കേട്ടോ. എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുക, അല്ലെങ്കിൽ ഒരു ക്ലാസി ലുക്ക് എന്നൊക്കെ പറയില്ല, ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന ഒരു ഐറ്റം ആണ്. കാണാൻ നല്ല രസമാണ്. 799 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. എഴുതാണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു വീവിങ് പോലെ കൊടുത്തേക്കണത്. ഇതാണ് നെക്ക് പാറ്റേൺ വരുന്നത്. ഇതാണ് അതിൻ്റെ വീവിങ് സ്ട്രക്ചർ വരുന്നത്. ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. 2 സൈഡിലും ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ. ഇത് ഈ നമ്മുടെ ഇവിടെ വീനെക്കിൽ കൊടുത്ത അതേ പാറ്റേൺ ആണ് ബോട്ടത്തിനും വരുന്നത്. ഇതെല്ലാം ഒരു വീവിങ് സ്ട്രക്ചറാണ് കേട്ടോ. എല്ലാം ഒരു നൂല് പോയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. 2 സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിന് 39 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ലെങ്ത്ത് ഇല്ലാത്ത ഒരു പ്രശ്നം വേണ്ട, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ലെങ്ത്ത് വരുന്നത്. നല്ല കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത്. എന്നാലും ലൈനിങ് കോട്ടൻ്റെ കൊടുത്തിട്ടുണ്ട്, ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ. പുറകുവശം ഇങ്ങനെ വരും. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ്. 799 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. മെറ്റീരിയൽ വൈസും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത 2 ഷെയ്ഡ്സ് കാണാം.
അടുത്ത് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല കളേഴ്സാണ്. ഇതിനകത്തൊരു ഗോൾഡൻ്റെ വീവിങ് ആണ് പോയിട്ടുള്ളത്. നേരത്തെ കാണിച്ചതിലൊരു റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള വീവിങ്ങാണ് പോയിട്ടുള്ളത്. ഇവിടെ കണ്ട നല്ല ക്ലാസി ലുക്കുള്ള ഒരു ഐറ്റമാണ്. നമുക്കിത് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്ര കിട്ടും സാധനമാണ് കേട്ടോ. പാൻറ് വരുന്നത് ഇങ്ങനെയാണ്. എല്ലാത്തിനും സെയിം മെഷർമെൻ്റ് ആണ്. 46 ഇഞ്ച് ലെങ്ത്ത്, 39 ഇഞ്ച് ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നു. രണ്ട് സൈഡും പോക്കറ്റുള്ള കിഡിലെ ഐറ്റം ആണ് കേട്ടോ. 2 കളേഴ്സും അടിപൊളിയാണ്. ഇനി മൂന്നാമത്തെ കളർ കാണാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് കാണിക്കാത്തത് കേട്ടോ. ഓക്കെ, അടുത്ത ഐറ്റം കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു നീല ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഹാൻഡ്ലൂമിൽ ഖാദിയുടെ ഒക്കെ പോലെ വീവ് ചെയ്ത ഒരു സ്ട്രക്ചറാണ്. ഇതെല്ലാം ഇതിനകത്തൊരു വെള്ള നീലയിൽ ഒരു വെള്ള ഇത് നൂല് വെച്ച് വീവ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാത്തിൻ്റെയും പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ടോപ്പിൻ്റെ ബോട്ടം വരുന്നത് എക്സാക്റ്റ് ഇത് തന്നെയാണ്. വൈറ്റിനകത്ത് ഇങ്ങനെ വരുന്ന ബോട്ടമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2 സൈഡും പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല ക്ലാസി ലുക്കുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. പിന്നെ ഈ സമയത്ത് ചൂടാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഇത്തിരി കാറ്റൊക്കെ കിട്ടും. നമുക്കൊരു വീവിങ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഖാദിയുടെയൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് M2 XXL ആണ്. ML XL XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 799 മാത്രമേ വരുന്നുള്ളൂ. കിഡിലൻ പ്രൊഡക്റ്റ് ആണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യട്ടെ. 3 കളറും നല്ലതാണ്. ഇതിൽ ഏത് കളറാണ് നല്ലതെന്ന് ചോദിക്കരുത്. ഒട്ടുമിക്കതും ഓർഡർ എടുക്കുന്നത് ഞാനായിരിക്കില്ല, സ്റ്റാഫാണ് ഓർഡർ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അളവോ അങ്ങനെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് തന്നെ എടുക്കുക. നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് റിട്ടേൺ പോളിസി ഉള്ളത്. നമ്മൾ വീണ്ടും വീണ്ടും പറയണം. പലരും നമുക്കതങ്ങനെ പാകാവുന്നില്ല. കോട്ടണൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈസ് എക്സ്ട്രാ എടുക്കാം. കാരണം നിങ്ങൾക്കറിയാലോ, ഇൻ കേസ് അതൊരു പിടുത്തം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പെൻ സൈസ് എന്ന് പറഞ്ഞാൽ അതിൽ വേണമെങ്കിൽ ഒരു പിടിക്കാനുണ്ടാവും. എന്നാലും എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസ് മുന്നോട്ട് എടുക്കാം കേട്ടോ. ഈ വീനെക്ക് എന്ന് പറയുന്നത് കഴുത്ത് അങ്ങനെ ഇറുകി പോയിട്ടുമില്ല, അന്ന് നന്നായിട്ട് ഇറങ്ങിയിട്ടുമില്ല. കറക്റ്റ് പാകത്തിനാണ് നെക്കൊക്കെ വരുന്നത്. നല്ല സ്റ്റൈലൻ ഒരു സ്റ്റിച്ചിങ് ഒക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പം മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ ഡാമേജ് എന്ന് പറയുമ്പോൾ പലരും പറയും ചെറിയൊരു ഇപ്പം ഇവിടെ ഒരു ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ നൂലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡാമേജുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് മാനുഫാക്ചർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഇത്രയും ഭാഗം കീറിയാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഡാമേജുകൾ ചെറിയ കേസ് പറഞ്ഞിട്ടുള്ള നമുക്ക് ഡാമേജ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കണം. ഓപ്പണിംഗ് വീഡിയോ നമ്മൾക്ക് കാണിക്കണം. അപ്പോൾ നമ്മളത് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കാതിരിക്കുക. നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം. നമ്മളത് അയച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് യൂട്യൂബിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് അങ്ങനെ അതിൽ നിന്ന് 2 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സമയമുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സമയം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുക്കലും അയക്കലും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരും ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.